ഡിയർ സ്റ്റുഡൻസ്, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് സാധ്യതകളുടെ ഗണിതം എന്ന പാഠത്തിലെ മോർ പെയേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ ജോഡികൾ എന്ന ഭാഗത്തെ പേജ് 78-ലെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനാണ്. ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. അയാൾ പറയുന്ന സംഖ്യയിലെ രണ്ട് അക്കങ്ങളും തുല്യമാവാനുള്ള സാധ്യത എത്രയാണ്? പറയുന്ന സംഖ്യയിലെ ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാവാനുള്ള സാധ്യത എത്രയാണ്? ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാവാനുള്ള സാധ്യത എത്രയാണ്? ഒരാളോട് ഒരു 2 ഡിജിറ്റ് നമ്പർ പറയാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ആ നമ്പറിലെ 2 ഡിജിറ്റ്സും ഈക്വൽ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഫസ്റ്റ് ഡിജിറ്റ് സെക്കൻഡ് ഡിജിറ്റിനേക്കാൾ വലുതാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഫസ്റ്റ് ഡിജിറ്റ് സെക്കൻഡ് ഡിജിറ്റിനേക്കാൾ ചെറുതാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇങ്ങനെ 3 പ്രോബബിലിറ്റീസാണ് നമുക്ക് കാണാനുള്ളത്. ഒരു 2 ഡിജിറ്റ് നമ്പർ രണ്ടക്ക സംഖ്യ തുടങ്ങുന്നത് 10-ലാണ്, അവസാനിക്കുന്നത് 99-ലാണ്. അപ്പോൾ 10, 11, 12 എക്സെട്ര 99. ആകെ 90 രണ്ടക്ക സംഖ്യകൾ ഉണ്ടാവുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കാരണം 1-ൽ തുടങ്ങി 99-ലാണ് അവസാനിക്കുന്നതെങ്കിൽ 99 എണ്ണം ഉണ്ടാവും. പക്ഷേ ഇവിടെ 10-ലാണ് തുടങ്ങുന്നത്, അപ്പോൾ 9 എണ്ണം ഇല്ല. 99 9 കുറച്ചാൽ 90 കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയാണ്? 90 ആണ്. ഓക്കെ, ഇതിൽ ആദ്യം ചോദിക്കുന്ന സാധ്യത എന്താണ്? രണ്ടക്കവും തുല്യമാവാനുള്ള സാധ്യതയാണ്. അപ്പോൾ രണ്ടക്കവും തുല്യമായ സംഖ്യകൾ നമ്മൾ എഴുതുന്നു. 11, 22, 33, 44, 55, 66, 77, 88, 99. എത്ര സംഖ്യകളുണ്ടാവും? ആകെ 9 സംഖ്യകളുണ്ടാവും. ഇവിടെ 1-ൽ തുടങ്ങുന്നു, 9-ൽ അവസാനിക്കുന്നു. അപ്പോൾ ടോട്ടൽ നമ്പർ 9. അതായത് രണ്ടക്കങ്ങളും തുല്യമായ സംഖ്യകളുടെ എണ്ണം 9-ആണ്. ഇനി ഫസ്റ്റ് ഡിജിറ്റ് ബിഗർ ദാൻ സെക്കൻഡ്. ആദ്യത്തെ ഡിജിറ്റ് രണ്ടാമത്തെ ഡിജിറ്റിനേക്കാൾ വലുതാവണം. ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാവുന്ന എത്ര സംഖ്യകളുണ്ട് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അത് ഇവിടെ എഴുതി നോക്കാം. ഇപ്പോൾ 10, അടുത്തത് 11 ആകുമ്പോൾ രണ്ടും തുല്യമാവും. 12 ആകുമ്പോൾ ആദ്യത്തെ രണ്ടാമത്തേക്കാൾ ചെറുതാവും. അപ്പോൾ 10 മുതൽ 19 വരെ നമ്മളെടുത്താൽ അവിടെ 1 മാത്രമേ ഉള്ളൂ. ഇനി 20-ൽ തുടങ്ങുന്നു. 20, 21, 22 തുല്യമായി. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാവില്ല. അടുത്തത് 30-ൽ 30, 31, 32. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രത്യേകത കാണാം. ആദ്യം 1, അടുത്തതിൽ 2, അടുത്തതിൽ 3. എങ്ങനെയാണ് കിട്ടുന്നത്? ഇതിങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ അവസാനം 9-ാമത്തെ വരി വരുമ്പം അവിടെ 90, 91 എക്സെട്ര അത് ചെന്ന് അവസാനിക്കുന്നത് 98-ലായിരിക്കും. 1-ാമത്തെ വരിയിൽ 1, 2-ാമത്തെ വരിയിൽ 2. അങ്ങനെയാണെങ്കിൽ 9-ാമത്തെ വരിയിൽ എത്ര എണ്ണം ഉണ്ടാവും? 9 എണ്ണം ഉണ്ടാവും. 9. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതായ സംഖ്യകളുടെ എണ്ണം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 + 2 + 3 + എക്സെട്ര +9 കണ്ടാൽ മതി. ഓക്കെ, അത് ആദ്യത്തെ 9 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. അത് കിട്ടാൻ 9 × 10/2 കണ്ടാൽ മതി. 10-ന് 2 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും. 5 × 9 45. അപ്പോൾ ആകെ 45 സംഖ്യകളുണ്ടാവും. ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തിനേക്കാൾ വലുതായ രണ്ടക്ക സംഖ്യകൾ. അടുത്ത നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഡിജിറ്റ് സ്മോളർ ദാൻ ദ സെക്കൻഡ് ഡിജിറ്റ്. ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാവും. അങ്ങനെയുള്ള എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് നമുക്ക് കണ്ടെത്താം. 10-ൽ തുടങ്ങിയിട്ടാണെങ്കിൽ 10, 11, 12. 12 ആയിരിക്കും അതിലെ ആദ്യത്തെ അക്കം. പിന്നെ 13, 14, 15, 16, 17, 18, 19. ഓക്കെ, ഇതിലെല്ലാം എന്താണ്? ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാണ്. ഇത് എത്ര എണ്ണം ഉണ്ട്? 2, 4, 6, 8 എണ്ണം ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത വരിയിൽ 20, 21, 22 കഴിഞ്ഞ് അടുത്തത് 23. 23 ആയിരിക്കും ഈ പ്രത്യേകതയുള്ള ആദ്യത്തെ രണ്ടക്ക സംഖ്യ. ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തിനേക്കാൾ ചെറുതായിട്ടുള്ളത്. പിന്നെ 24, 25, 26, 27, 28, 29. ആദ്യത്തെ വരിയിൽ 8 സംഖ്യകളുണ്ട്. ഇവിടെ 1-ൻ്റെ കുറവുണ്ട്. അപ്പോൾ എത്ര വരും? 7 വരും. ഓക്കെ, അടുത്ത വരിയിൽ
34 തുടങ്ങും, 39 അവസാനിക്കും, അവിടെ 6 ഉണ്ടാവും. ഇത് നമ്മൾ തുടരുകയാണെങ്കിൽ അടുത്തതിൽ 45 തുടങ്ങും, 49 അവസാനിക്കും, അത് ആകെ എത്ര ഉണ്ടാവും? 5 ഉണ്ടാവും. അടുത്തത് 56 തുടങ്ങും, 59 അവസാനിക്കും, അത് 4 ഉണ്ടാവും. അടുത്തത് 67 തുടങ്ങി 69 അവസാനിക്കും, അവിടെ 3 ഉണ്ടാവും. അടുത്തത് 78, 79 ഇങ്ങനെ 2 ഉണ്ടാവും. അടുത്ത വരിയിൽ 89 എന്നുള്ള ഒറ്റ സംഖ്യ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി എത്ര സംഖ്യകളുണ്ട് എന്ന് കണ്ടെത്താൻ 1 + 2 + 3 + etc. + 8 കണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് സ്മോളർ ദാൻ സെക്കൻഡ് ഡിജിറ്റ്, ഒന്നാമത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറിയ 2 അക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട് എന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ 1 + 2 + 3 + etc. + 8 കണ്ടാൽ മതി. അതെന്തായിരിക്കും? 8 × 9/2. 8ന് 2 കൊണ്ട് ഹരിച്ചാൽ 4, 4 × 9 36 എന്ന് കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള സംഖ്യകൾ 36 എണ്ണമുണ്ട്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ പ്രോബബിലിറ്റി കാണാം, സാധ്യത കാണാം. അപ്പോൾ ആദ്യത്തെ ബോത്ത് ഡിജിറ്റ്സ് ഈക്വൽ, 2 അക്കങ്ങളും തുല്യമായതിനെ നമ്മൾ എ എന്ന് വിളിക്കുകയാണെങ്കിൽ 2 അക്കങ്ങളും തുല്യമായ സംഖ്യകളുടെ സാധ്യത കാണാൻ P(a) എന്ന് എഴുതിയാൽ മതി. ഓക്കെ. അതല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ഈക്വൽ എന്ന് എഴുതാം, രണ്ടും എഴുതാം. ഓക്കെ. ഇവിടെ ആദ്യത്തെ ഡിജിറ്റ് അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതായ സംഖ്യകളെ നമ്മൾ ബി കൊണ്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതായ സംഖ്യകളെ നമ്മൾ സി കൊണ്ട് സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ, പ്രോബബിലിറ്റി ഓഫ് ബി, പ്രോബബിലിറ്റി ഓഫ് സി കണ്ടാൽ മതി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ, അതായത് 2 അക്കവും തുല്യമാവാനുള്ള സാധ്യത. ഇവിടെ ടോട്ടൽ നമ്പർ 90 ആണ്. 2 അക്കവും തുല്യമായ സംഖ്യകളുടെ എണ്ണം 9 ആണ്. അപ്പോൾ 9/90 എന്ന് കിട്ടും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം. ഇത് 9, 9, 9, 19, 90. അപ്പോൾ 1/10 എന്ന് കിട്ടും. അടുത്തത് പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി, അതായത് ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാവാനുള്ള സാധ്യത. അത്തരത്തിലുള്ള സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 45 ആണ്. അപ്പോൾ 45/90. അതിനെ നമുക്ക് ചെറുതാക്കാം. 45ൻ്റെ നേരെ ഇരട്ടിയാണ് 90. അപ്പോൾ 1/2 എന്ന് എഴുതാം. മൂന്നാമത്തെ വരി കാണാനുള്ളത് ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാവാനുള്ള സാധ്യത. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സി. അത്തരത്തിലുള്ള എത്ര 2 അക്ക സംഖ്യകളുണ്ട് നമുക്ക് കിട്ടി, അത് 36 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി 36/90. 36 18ൻ്റെ ഗുണിതമാണ്. 2 18 36. അതേപോലെ തന്നെ 90 18ൻ്റെ ഗുണിതമാണ്, മൾട്ടിപ്പിൾ ഓഫ് 18. അപ്പോൾ 5 18 90. അപ്പോൾ നമുക്ക് 2/5 എന്ന് കിട്ടും. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2 അക്ക സംഖ്യകളെല്ലാം കടലാസ് കഷ്ണങ്ങൾ എഴുതി ഒരു പെട്ടിയിലിട്ടിരിക്കുന്നു. അതിൽ നിന്ന് ഒരു കടലാസ് കഷ്ണം എടുത്താൽ ആ കടലാസിൽ എഴുതിയിരിക്കുന്ന സംഖ്യകളുടെ അക്കങ്ങൾ പരസ്പരം ഗുണിച്ചാൽ അത് അഭാജ്യ സംഖ്യ ആവാനുള്ള സാധ്യത എന്താണ് എന്നാണ് ചോദ്യം. അതായത് ഈ കടലാസ് കഷ്ണത്തിലുള്ള നമ്പറിൻ്റെ 2 ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൈം നമ്പർ കിട്ടാനുള്ള സാധ്യത എന്താണ്? പ്രൈം നമ്പേഴ്സ് എന്താണ്, അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒരു സംഖ്യക്ക് 2 ഫാക്ടേഴ്സ്, 2 ഘടകങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിൽ ഒന്ന് തന്നെ ആയിരിക്കണം, മറ്റേത് ആ സംഖ്യ ആയിരിക്കണം. അത്തരം സംഖ്യകളെയാണ് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളെന്ന് പറയുന്നത്. ഇതിന് മുമ്പ് പഠിച്ചതാണ്. ഫോർ എക്സാമ്പിൾ 2 ആണെങ്കിൽ നമുക്ക് 2 × 1 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 2 സംഖ്യകളുടെ ഗുണനഫലമായി, 2 പൂർണ്ണസംഖ്യകളുടെ ഗുണനഫലമായി. അപ്പോൾ അതിൽ ഒരു ഘടകം ഫാക്ടർ ഏതാണ്? 2 തന്നെയാണ്. മറ്റേ ഘടകം 1 എന്ന് പറയുന്ന സംഖ്യയാണ്. മറ്റൊരു എക്സാമ്പിൾ 3 = 3 × 1. ഓക്കെ. 7 = 7 × 1. എന്നാൽ 6 ആണെങ്കിൽ 6 = 6 × 1 എന്ന് മാത്രമല്ല 2 × 3 എന്ന് കൂടി എഴുതാം. അപ്പോൾ ഇത് പ്രൈമല്ല, ഇത് 3ഉം പ്രൈമാണ്, അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളാണ്. ഇതിനെ നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നു, 6നെ. അതല്ലെങ്കിൽ ഭാജ്യസംഖ്യ എന്ന് പറയുന്നു, നേരത്തെ പഠിച്ച കാര്യമാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ കടലാസ് കഷ്ണത്തിലെ 2 അക്കങ്ങൾ ഗുണിച്ചാൽ പ്രൈം നമ്പർ കിട്ടണമെങ്കിൽ, അഭാജ്യസംഖ്യ കിട്ടണമെങ്കിൽ അതിൽ ഒന്ന് എന്നുള്ള അക്കമായിരിക്കണം, മറ്റേത് എന്തായിരിക്കണം?
അപ്പോൾ നമ്മൾ എടുക്കുന്ന കടലാസ് കഷ്ണത്തിലെ സംഖ്യയിലെ രണ്ടക്കങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ പ്രൈം നമ്പർ, അതായത് അഭാജ്യ സംഖ്യ കിട്ടണമെങ്കിൽ അതിൽ ഒരക്കം ഒന്നായിരിക്കണമെന്നും മറ്റേ അക്കം ഒരു അഭാജ്യ സംഖ്യ ആയിരിക്കണം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് ആ സംഖ്യകളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അതിന് മുമ്പേ നമുക്കതെങ്ങനെ വരുന്നു എന്നൊന്ന് പരിശോധിക്കാം. രണ്ടക്ക സംഖ്യകൾ 10-ൽ തുടങ്ങി 99-ൽ അവസാനിക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ 10, 11, 12, 13, 14, 15, 16, 17, 18, 19 വരെ എഴുതുന്നു. അടുത്ത വരിയിൽ 20-ൽ തുടങ്ങി 20, 21, 22 ഇങ്ങനെ എഴുതി 29-ൽ അവസാനിക്കുന്നു. അടുത്തത് 30-ൽ തുടങ്ങി 39-ൽ അവസാനിക്കുന്നു. അടുത്ത വരി 40-ൽ തുടങ്ങുന്നു, പിന്നെ ഇങ്ങനെ തുടർന്നു പോകുന്നു, 49-ൽ അവസാനിക്കും. അടുത്തത് 50, 51, 60, 61, 70, 71, 80, 81 എക്സെട്ര, 90, 91 എക്സെട്ര. ഇത് ചെന്നിട്ട് 99-ൽ അവസാനിക്കും. അങ്ങനെ ഇതെല്ലാം 49, 59, 69, 79, 89 അങ്ങനെ ആയിരിക്കും അവസാനിക്കും. ഇങ്ങനെ 90 രണ്ടക്ക സംഖ്യകളുണ്ടാവും. ഇതിൽ നമ്മൾ എടുക്കുന്ന സംഖ്യയിലെ രണ്ടക്കങ്ങൾ ഗുണിച്ചാൽ എന്ത് കിട്ടണം? അഭാജ്യ സംഖ്യ കിട്ടണം. അപ്പോൾ 1 × 0 അത് 0 ആയിപ്പോയി, 0 അഭാജ്യ സംഖ്യയല്ല. 1 × 1 എന്ന് പറഞ്ഞാൽ 1 അതും അഭാജ്യ സംഖ്യയല്ല. അത് ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത, അതായത് കോമ്പോസിറ്റ് നമ്പറോ പ്രൈം നമ്പറോ അല്ലാത്തൊരു സംഖ്യയാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ 1 × 2 അത് അഭാജ്യ സംഖ്യയാണ്. 1 × 3 അഭാജ്യ സംഖ്യയാണ്. 1 × 4 ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യകളൊന്നും അഭാജ്യ സംഖ്യകളാവില്ല. ഈവൻ നമ്പേഴ്സ് ആർ നോട്ട് പ്രൈം നമ്പേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഇതിലുള്ള ഇരട്ട സംഖ്യകളൊക്കെ നമുക്ക് വെട്ടിക്കളയാം. ഓക്കെ. പിന്നെ 1 × 3 പറഞ്ഞു, 1 × 5 5, 1 × 7 7 അതെല്ലാം പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകളാണ്. 1 × 9 9 ആ 9-ന് നമുക്ക് 3 × 3 എന്ന് എഴുതാൻ പറ്റുന്നതുകൊണ്ട് അതെന്തല്ല? അഭാജ്യ സംഖ്യ അല്ല. അപ്പോൾ ഈ വരിയിൽ ഏതെല്ലാം വന്നു നമുക്ക് മനസ്സിലായി. 12, 13, 15, 17 ഇങ്ങനെ 4 സംഖ്യകളാണ്. ഇതിലേക്ക് വന്നാൽ 2 × 0 0 ആയി. 2 × 1 2 അതെന്താണ്? അഭാജ്യ സംഖ്യയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 2 × 3, ഇനി ഇവിടുന്ന് അങ്ങോട്ട് 2 × 2 2 × 3 അതെല്ലാം എന്താവും? ഭാജ്യസംഖ്യയായി മാറും, അഭാജ്യ സംഖ്യ ആയിരിക്കില്ല. അപ്പോൾ ആ വരിയിൽ തീരെ ഇനിയില്ല. ഇവിടെ 3 × 0 0 അതില്ല. 3 × 1 3 അത് അഭാജ്യ സംഖ്യയാണ്. അടുത്തത് 3 × 2 3 × 3 എല്ലാം എന്തായിരിക്കും? ഭാജ്യസംഖ്യ ആയിരിക്കും. ഒന്നും അഭാജ്യ സംഖ്യയല്ല. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇനി ഇല്ല, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടില്ല. ഓക്കെ. 40 എടുക്കാൻ പറ്റില്ല, 4 × 0 0 ആയി. 4 × 1 അപ്പോൾ എന്താണ്? ഇനി ഈ വരിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഇനി ഈ വരിയിൽ നോക്കിക്കഴിഞ്ഞാൽ 4 × 0 4 × 1 ഇങ്ങനെ വരുന്നത്. അപ്പോൾ 4 തന്നെ എന്തല്ല? അഭാജ്യ സംഖ്യ അല്ല, ഭാജ്യസംഖ്യയാണ്. അപ്പോൾ 4 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതൊന്നും അഭാജ്യ സംഖ്യ ആവില്ല. അപ്പോൾ ഈ വരിയിൽ എന്തില്ല? തീരെ ഇല്ല. ഓക്കെ. അതുപോലെ ഇവിടെ 6-ൽ തുടങ്ങുന്നത് 6 ഇരട്ട സംഖ്യ ആയതുകൊണ്ട് ഈ വരിയിൽ ഒറ്റൊന്നും ഉണ്ടാവില്ല, ഇവിടെ ഒറ്റൊന്നും ഉണ്ടാവില്ല. 9 അഭാജ്യ സംഖ്യയല്ല, അതുകൊണ്ട് 9 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതൊന്നും അഭാജ്യ സംഖ്യ ആവില്ല. അപ്പോൾ ഈ വരിയിലും തീരെ ഉണ്ടാവില്ല. ഓക്കെ. ഇവിടെ 7 × 0 എന്ന് പറഞ്ഞാൽ 0 അതെന്തായാലും ഉണ്ടാവില്ല. 7 × 1 7 അത് അഭാജ്യ സംഖ്യയാണ്, നമുക്കറിയാം. അടുത്തത് എന്താണ്? 72 ആയതുകൊണ്ട് 7 × 2 14 എന്ന് വരാം. ഇനി 7 × 3 ഇനി 7 × 3 7 × 4 എന്നൊക്കെ വരും. അതൊന്നും എന്തല്ല? അഭാജ്യ സംഖ്യയല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും സംഖ്യകൾ നമ്മൾ പരിഗണിച്ചപ്പോൾ, അതായത് 90 സംഖ്യകൾ പരിഗണിച്ചപ്പോൾ അഭാജ്യ സംഖ്യകളായിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 12, 13, 15, 17. പിന്നെ വരുന്നത് 21, 31, 51. ഈ വരിയിൽ അതുപോലെ 5 × 0 0 ആവും, അതുണ്ടാവില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 × 2 5 × 3 എക്സെട്ര എല്ലാം ഭാജ്യസംഖ്യ ആയിരിക്കും, കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും, പ്രൈം നമ്പർ ആവില്ല, അഭാജ്യ സംഖ്യ ആവില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ വരുന്ന 51, പിന്നെ ഉള്ളത് 71. ഇത്രയും സംഖ്യകൾ മാത്രമാണ്. ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. 2 ഡിജിറ്റ് നമ്പേഴ്സ് 10-ൽ തുടങ്ങി 99-ൽ അവസാനിക്കുന്നു.
അത്തരമുള്ള ടോട്ടൽ നമ്പേഴ്സ് എത്രയാണെന്ന് കഴിഞ്ഞ കണക്കിൽ നമ്മൾ ചർച്ച ചെയ്തു. അത് 90 എണ്ണമാണ്. അപ്പോൾ പ്രൊഡക്റ്റ്, അതായത് ഗുണനഫലം ഒരു അഭാജ്യ സംഖ്യയായി മാറുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 12, 13, 15, 17. ഓക്കെ, 12, 13, 15, 17. ഇനി ഇവിടെ വരുന്നത് 21, 31, 51, 71. 21, 31, 51, 71. ഓക്കെ, അപ്പോൾ ഈ സംഖ്യകളുടെ പ്രത്യേകത നോക്കൂ നിങ്ങൾ. 2, 3, 5, 7 എന്നിവ അഭാജ്യ സംഖ്യകളാണ് നമുക്കറിയാം. 10ന് മുമ്പേ ഉള്ള 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ പരിഗണിച്ചാൽ ആ സംഖ്യകളിലെ അഭാജ്യ സംഖ്യകളിലാണ് 2, 3, 5, 7 എന്നിവ. അതിൻ്റെയൊക്കെ മുന്നിൽ നമ്മൾ 1 ചേർത്ത് കൊടുത്തു. അപ്പോൾ എത്രയായി? 12, 13, 15, 17. ആ സംഖ്യകളുടെ തന്നെ പുറകിലും നമ്മൾ 1 ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്തായി? 21, 31, 51, 71 എന്നായി മാറി. അപ്പോൾ ആകെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 8 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്പർ 8. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും സാധ്യത എന്ന് നോക്കുക. പ്രോബബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് ബീയിങ് പ്രൈം നമ്പർ. ഓക്കെ, ഗുണനഫലം അഭാജ്യ സംഖ്യ ആവാനുള്ള സാധ്യത സമം അത്തരത്തിലുള്ള നമ്പേഴ്സ് 8 എണ്ണമാണുള്ളത്. ആകെ നമ്പേഴ്സ് എത്രയാണ്? 90 ആണ്. അപ്പോൾ 8/90 എന്ന് നമുക്ക് എഴുതാം. വേണമെങ്കിൽ അതിനെ 4/45 എന്നുകൂടി എഴുതാം. 4/45. ഇതിനെ 2 കൊണ്ടായിരിക്കാം, ഇതിനെ 2 കൊണ്ടായിരിക്കാം. ഇതാണ് സാധ്യത. ഇനി ഈ ചോദ്യത്തിൽ മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. 3 അക്ക സംഖ്യകൾ പേപ്പർ കഷ്ണങ്ങളിൽ എഴുതി പെട്ടിയിലിടുകയും എന്നിട്ട് അതിൽ നിന്ന് 1 എടുക്കുകയും ചെയ്താൽ അതിലെ അക്കങ്ങൾ പരസ്പരം ഗുണിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അഭാജ്യ സംഖ്യ ആവാനുള്ള സാധ്യത എന്ത്? അപ്പോൾ ഇവിടെ ഞാനൊരു ഐഡിയ പറഞ്ഞു. ആ ഐഡിയ അനുസരിച്ച് നമുക്ക് അത്തരത്തിലുള്ള നമ്പേഴ്സ് വളരെ വേഗത്തിൽ എഴുതാൻ സാധിക്കും. ഓക്കെ, 1 മുതൽ 10 വരെയുള്ള അഭാജ്യ സംഖ്യകൾ ആദ്യം എഴുതുന്നു. അതിൽ നിന്നും ഈ പറയുന്ന പ്രത്യേകതകളുള്ള സംഖ്യകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 1 മുതൽ 10 വരെയുള്ള 4 അഭാജ്യ സംഖ്യകൾ നമ്മൾ ആദ്യം എഴുതുന്നു. 2, അടുത്തത് 3, 5, 7. 3 അക്ക സംഖ്യകളാണ് പേപ്പർ കഷ്ണത്തിൽ എഴുതി പെട്ടിയിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ 3 അക്ക സംഖ്യകളാക്കുക. ഈ പറയുന്ന പ്രത്യേകതകളുള്ള. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ നമ്മൾ 2 അക്കങ്ങൾ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന 2 അക്കവും 1 ആണ്. ഓക്കെ, മറ്റേത് സംഖ്യ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഗുണിക്കുമ്പോൾ അതൊരു കോമ്പോസിറ്റ് നമ്പർ അല്ലെങ്കിൽ ഭാജ്യസംഖ്യയായി മാറും. അതുകൊണ്ട് ഇതിന് മുന്നിൽ നമ്മൾ 2, 1 ചേർക്കുന്നു. അപ്പോൾ 112ആയി. ഇവിടെ 2, 1 ചേർത്ത് 113. ഇത് 115, 117. അപ്പോൾ 4 സംഖ്യകൾ അത്തരത്തിലുള്ള നമുക്ക് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് വേറെയും സംഖ്യകൾ ഉണ്ടാകാം. ഈ 2ൻ്റെ സ്ഥാനം നടുവിലേക്ക് മാറ്റുക. ഓക്കെ, അടുത്തതിൽ അത് ഈ അറ്റത്തേക്ക് മാറ്റുക. അപ്പോൾ 1, 2, 1, 121, പിന്നെ 2, 1, 1. അതേപോലെ തന്നെ ഇവിടെയും ചെയ്യാം. 1, 3, 1, 3, 1, 1. ഇവിടെ 1, 5, 1, 5, 1, 1, 1, 7, 1, 7, 1, 1. അപ്പോൾ എത്ര സംഖ്യകളായി? 12. ഇവിടെ 4 എണ്ണം അത്തരത്തിലുള്ള 3 വരികളുണ്ട്. അപ്പോൾ 3, 4, 12 സംഖ്യകളുണ്ട്. ഈ 12 സംഖ്യകളിലും ഗുണനഫലം എന്തായിരിക്കും? അഭാജ്യ സംഖ്യയായിരിക്കും. പ്രൊഡക്റ്റ് ഓഫ് ദ ഡിജിറ്റ്സ് വിൽ ബി പ്രൈം നമ്പർ. 1 × 1, 1, 1 × 2, 2. അപ്പോൾ 2 കിട്ടി. ഓക്കെ, 1 × 1 × 3, 3 ആയി. 1 × 1 × 5, 5 ആയി. അങ്ങനെ ഇവിടെയൊക്കെ കിട്ടും. അപ്പോൾ അക്കങ്ങൾ പരസ്പരം ഗുണിച്ചാൽ അഭാജ്യ സംഖ്യകളാകുന്ന 3 അക്ക സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 12 ആണ്. അപ്പോൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 100ലാണ്. 100, 101, എക്സെട്ര 900, 99. 100ൽ തുടങ്ങി 999. 1ൽ തുടങ്ങി 999 വരെ 999 എണ്ണം ഉണ്ടാവും. പക്ഷേ ഇവിടെ 99 എണ്ണം ഇല്ല. അപ്പോൾ 999 99 എണ്ണം കുറച്ചാൽ പിന്നെ 900 ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ നമ്പർ എത്രയാണ്? 900 ആണ്, 900 ആണ്. ഓക്കെ, അതിൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് പ്രൊഡക്റ്റ് പ്രൈമായിട്ടുള്ള ഡിജിറ്റ്സിൻ്റെ പ്രൊഡക്റ്റ് പ്രൈമായി വരുന്ന 3 ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ എഴുതി കണ്ടുപിടിച്ചു. ആകെ എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ട്. ഓക്കെ, സോ നമ്പർ ഈസ് ഈക്വൽ ടു 12. ഇനി നമ്മൾ പ്രോബബിലിറ്റി കാണുന്നത് സാധ്യത. അക്കങ്ങളുടെല്ലാം ഗുണനഫലം ഒരു അഭാജ്യ സംഖ്യയായി മാറണം. അത്തരത്തിലുള്ള സംഖ്യകൾ 12 ആണ്. അപ്പോൾ 12 ആകെ സംഖ്യകളുടെ എണ്ണം 900 ആണ്. അപ്പോൾ 12/900. ഇതിനെ നമുക്ക് ഇനിയും ചെറുതാക്കാം.
ഈ 12ഉം 900ഉം രണ്ടും എന്താണ് 12ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ 12നെ 12 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും, 900നെ 12 കൊണ്ട് ഹരിച്ചാൽ 75 കിട്ടും. അത് നിങ്ങൾക്ക് ഹരിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇനിയും എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ വിചാരിക്കുക. 4 അക്ക സംഖ്യകൾ കടലാസ് കഷ്ണത്തിൽ എഴുതി പെട്ടിയിലിട്ടു, അതെടുത്ത് നോക്കി അതിലെ അക്കങ്ങൾ ഗുണിച്ചാൽ അഭാജ്യ സംഖ്യ കിട്ടണം എന്നാണ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2, 3, 5, 7 എന്ന് എഴുതാം. ഇതിൻ്റെ മുമ്പിൽ 3 ഒന്നുകൾ എഴുതുക എല്ലാത്തിൻ്റെയും. ഓക്കെ, അതിനുശേഷം ഇതേപോലെ സ്ഥാനം മാറ്റി 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 എഴുതുക. അപ്പോൾ 4 അക്ക സംഖ്യകളായതുകൊണ്ട് 3 വരിയല്ല ഉണ്ടാവുക, 4 വരി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 4, 4, 16 ഉണ്ടാവും. ഇവിടെ 2 അക്ക സംഖ്യകൾ എന്ന് പറഞ്ഞപ്പോൾ 2 വരി കിട്ടി, 2 വരിയിലും 4 എണ്ണം വീതമുണ്ട്. അപ്പോൾ 2 × 4 8 ആണ്. ഓക്കെ, ഇവിടെ 3 അക്ക സംഖ്യകൾ എന്ന് പറഞ്ഞപ്പോൾ 3 വരി കിട്ടി, അതിൽ ഓരോ വരിയിലും എത്ര എണ്ണമുണ്ട്? 4 എണ്ണമുണ്ട്. അപ്പോൾ 3, 4, 12. 4 അക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 4 വരി ഉണ്ടാവും, ഓരോ വരിയിലും 4 എണ്ണം. അപ്പോൾ 4 × 4 16. 5 അക്ക സംഖ്യയാണെങ്കിൽ 5 × 4 20 ഉണ്ടാവും. 6 അക്ക സംഖ്യയാണെങ്കിൽ 6 × 4 24 ഉണ്ടാവും. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, 4th ക്വസ്റ്റ്യൻ. 2 ഡൈസ് ഒരുമിച്ച് എറിയുന്നു, പകിടകൾ ഒരുമിച്ച് ഉരുട്ടുന്നു. അപ്പോൾ 1 മുതൽ 6 വരെയുള്ള സംഖ്യകളാണ് ഈ ഡൈസിൻ്റെ മുഖങ്ങളിൽ ഉണ്ടാവുന്നത്, ഫേസസിൽ ഉണ്ടാവുന്നത്. കിട്ടുന്ന 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുക, ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന തുക, സമ്മ് ഏതൊക്കെ വരാം എന്നാണ് ചോദിക്കുന്നത്. മറ്റൊന്ന്, അങ്ങനെയാണെങ്കിൽ ഏത് തുക വരാനാണ് കൂടുതൽ സാധ്യത? ഓക്കെ, വിച്ച് സം ഹാസ് ദ മാക്സിമം പ്രോബബിലിറ്റി? അപ്പോൾ ഡൈസ് 1, ഡൈസ് 2, ഒന്നാമത്തെ ഡൈസിൻ്റെ മേലെ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് 1 to 6 വരെയാണ്. ഡൈസ് 2ലും എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് എറിയുന്ന സമയത്ത് 1 1 ആണ് വന്നതെങ്കിൽ തുക എത്ര ആയിരിക്കും? 1 + 1 = 2 ആയിരിക്കും. 1 6 ആണ് വരുന്നതെങ്കിൽ 1 + 6 = 7 ആയിരിക്കും തുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയുള്ള എല്ലാ തുകകളും നമ്മൾ ഒരു പ്രത്യേക ഓർഡറിൽ എഴുതുകയാണ്. അപ്പോൾ 1 + 1 2, 1 + 2 3, 1 + 3 4, അങ്ങനെ 1 + 6 എത്രയാവും? 7 ആവും. അപ്പോൾ 2 3 4 5 6 7. അടുത്തത് ഈ എല്ലാ സംഖ്യകളുമായി കൂടിച്ചേരുമ്പോൾ 2 + 1 3, 2 + 2 4, അതങ്ങനെ ചെന്ന് അവസാനിക്കുന്നത് 2 + 6 8 ഓക്കെ, അപ്പോൾ 2 + 1 3 4 5 6 7 8 അവസാനിക്കും. അടുത്തത് 3 + 1 4 തുടങ്ങുന്നു, 3 + 6 9 അവസാനിക്കുന്നു. അപ്പോൾ 4 5 6 7 8 9. അടുത്തത് 4 + 1 5 തുടങ്ങുന്നു, 4 + 6 10 അവസാനിക്കുന്നു. 5 6 7 8 9 10. അടുത്തത് 5 ആണ്. 5 + 1 6, 5 + 6 11, 6 7 8 9 10 11. അടുത്തത് 6 + 1 7, 6 + 6 12, 7 8 9 10 11 12. ഇങ്ങനെയാണ് സമ്മുകൾ വരിക. ഓക്കെ, ഇപ്പോൾ സമ്മായിട്ട് വരാൻ സാധ്യതയുള്ള, തുകയായിട്ട് കിട്ടാൻ സാധ്യതയുള്ള സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 2 കിട്ടും, 3 കിട്ടും, 4 5 6 7 8 9 10 11 12. 2 മുതൽ 12 വരെയുള്ള സംഖ്യകളാണ് സമ്മായിട്ട് വരിക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം, അതായത് തുകകളായി വരുന്ന സംഖ്യകൾ ഏതെല്ലാം = 2 3 4 5 6 7 8 9 10 11 and 12. ഇനി ഏറ്റവും കൂടുതൽ വരുന്ന സമ്മ് ഏതാണ്? ഏറ്റവും കൂടുതൽ തവണ വരുന്ന തുക ഏതാണ്? അവിടെ നോക്കിയാൽ മനസ്സിലാവും. 2 ഒരു പ്രാവശ്യം മാത്രമേ വരുന്നുള്ളൂ, 3 2 പ്രാവശ്യം, 4 3 പ്രാവശ്യം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 7 ആണ് ഏറ്റവും കൂടുതൽ തവണ വരുന്നത്. 7 6 തവണ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള തുക ഏതാണ്? അത് 7 ആണ്. ഓക്കെ, therefore സം വിത്ത് മാക്സിമം പ്രോബബിലിറ്റി, ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള തുക സമം ഏതാണ്? 7. ഇനി 7ൻ്റെ പ്രോബബിലിറ്റി അല്ലെ സാധ്യത എത്രയാണെന്ന് കാണാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ അങ്ങനെ ആവശ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമുക്കതിൻ്റെ പ്രോബബിലിറ്റി കണ്ടെത്താം. അപ്പോൾ തുകകളായി വരുന്ന സംഖ്യകൾ ആകെ എത്ര ഉണ്ടെന്ന് നോക്കുക.
2 ഒരു പ്രാവശ്യം, 3 2 പ്രാവശ്യം, 4 3 പ്രാവശ്യം, 5 4 പ്രാവശ്യം, 6 5 പ്രാവശ്യം, 7 6 പ്രാവശ്യം. അപ്പോൾ ഈ 2 മുതൽ 7 വരെയുള്ള തുകകൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1 + 2 + 3 + etc. +6 കണ്ടാൽ മതി. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര തുകകളുണ്ട് എന്ന് കണ്ടെത്താൻ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, അങ്ങനെ ഇവിടെ അവസാനിക്കുന്ന എത്രയിലാണ്? 5 എണ്ണത്തിലാണ്. അപ്പോൾ 1 + 2 + 3 + etc. +5 ആണ്. അപ്പോൾ ആകെ എത്ര തുകകളുണ്ട് നമുക്ക് കിട്ടും. അതിൽ 7 എത്ര തവണ വന്നിട്ടുണ്ട്? 6 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ 6/, ടോട്ടൽ നമ്പർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി കിട്ടും, സാധ്യത കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് സംസ്, തുകകളായി വരുന്ന സംഖ്യകളുടെ എണ്ണം. ഓക്കെ, 1 + 2 + 3 + etc. +6, that is equal to 6 × 7/2. 6/2 3 ആവും. 3 × 7 21 ആവും. 21. അതായത് ഇവിടുന്ന് ഇവിടം വരെ ആകെ എത്ര തുകകളുണ്ട് എന്ന് വെച്ചാൽ 21 സംഖ്യകളുണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് കിട്ടാൻ 1 + 2 + etc. +5. 1 + 2 + 3 + etc. +5. That is 5 × 6/2. 6ന് 2 കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടും. 3 × 5 15. അപ്പോൾ 21ഉം 15ഉം ആകെ 36 തുകകളുണ്ട്. സമ്മുകൾ 36 എണ്ണം ഉണ്ട്. അതായത് ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര എണ്ണം ഉണ്ട്? 36 എണ്ണം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 7 കിട്ടാനുള്ള സാധ്യത, കാരണം 7 ആണ് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് വന്നിരിക്കുന്നത്. അത് കിട്ടാനുള്ള സാധ്യത എന്താണ്? 6/36, ദാറ്റ്സ് ഈക്വൽ ടു 1/6 ആണ്. 1/6 ആണ് സാധ്യത. ഇനി ഇവിടെ കിട്ടിയ ഈ 36 മറ്റൊരു രീതിയിൽ നമുക്ക് കണ്ടെത്താം. ആകെ എത്ര ജോഡികളുണ്ടാവും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തുകകളുടെ എണ്ണം കിട്ടും. അപ്പോൾ ഇതിൽ 6 സംഖ്യകളും ഇതിൽ 6 സംഖ്യകളാണുള്ളത്. അപ്പോൾ 6 × 6 36. അപ്പോൾ 36 ജോഡികളുണ്ടാവും. ആ 36 ജോഡികളിലെയും സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ 36 തുകകൾ കിട്ടും. അങ്ങനെയും നമുക്ക് ഈ 36 കണ്ടെത്താം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇതോടുകൂടി സാധ്യതകളുടെ ഗണിതം മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് എന്ന പാഠത്തിലെ മുഴുവൻ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠം ആരംഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് അബു മാത്സ്. സി യു നെക്സ്റ്റ് ഡേ.